എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേൾക്കണം, മാക്സിമം ഷെയർ ചെയ്യണം, ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുമ്പൊരുക്കം ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. പക്ഷേ വീണ്ടും ചെയ്യേണ്ടി വന്നത് ഒരുപാട് ആൾക്കാർ കുടുങ്ങിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, റാഫിക്ക ഈ വീഡിയോ ഒന്ന് ചെയ്യണം, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കാണും, ഇനിയും ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ദുബായ് ബേസ് ചെയ്തിട്ട് കുറേ മൈഗ്രേറ്റ് കമ്പനികൾ നടക്കുന്നുണ്ട്. അത് കൂടുതലും ഓൺലൈനിലൂടെയൊക്കെയാണ് അവർ ആൾക്കാരെ പിടിക്കുന്നത്. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, ടിക്ടോക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ആളുകളെ പിടിക്കുന്നത്. യൂറോപ്പിൽ പോകണോ, കാനഡയിൽ പോകണോ, USA പോകണോ, ഓസ്ട്രേലിയക്ക് പോകണോ, ന്യൂസിലാൻഡിലേക്ക് പോകണോ, അങ്ങനെ ഭയങ്കരമായ ഇതൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ പിടിക്കുന്ന കുറേ മൈഗ്രേറ്റിംഗ് ട്രാവൽസുകൾ, കമ്പനികൾ UAE ബേസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുടുങ്ങിയിട്ട് കുറേ ആൾക്കാർ, ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ബഹ്റൈനിലുള്ള ഒരു സുഹൃത്ത്, കുറേ പൈസ അവനിൽ നിന്ന് വാങ്ങിയിട്ട് അവർ വർക്ക് പെർമിറ്റൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാത്ത കുറേ മൈഗ്രേറ്റിംഗ് കമ്പനികൾ ദുബായ് ബേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ നോട്ടം എന്ന് പറയുന്നത് ദുബായിലെ ആരെയും അവരങ്ങനെ എടുക്കാറില്ല. കാരണം ദുബായിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അവർ പോയി തിരിച്ച് ചോദിക്കും, തിരിച്ച് മേടിച്ചെടുക്കും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നറിയാമെന്നുള്ളത് കൊണ്ട് ഈ ദുബായ് ബേസ് ചെയ്തിട്ട് മൈഗ്രേറ്റിംഗ് ചെയ്യുന്ന കമ്പനികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മറ്റ് അതർ GCCയിലുള്ളവരിൽ നിന്നാണ് പൈസ ശേഖരിക്കുന്നത്. നിങ്ങളെ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും കാനഡയിലേക്കും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് വിസ, ഫാമിലിയെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ മോഹിപ്പിച്ച് ആദ്യം കുറച്ച് പൈസ, രണ്ടാമത്തെ കുറച്ച് പൈസ, മൂന്നാമത് കുറച്ച് പൈസ, ഇതൊക്കെ വളരെ എന്താ പറയുക കണ്ണിങ് ആയിട്ട് ഇത്രയും സംസാരിച്ച് വീഴ്ത്താൻ കഴിവുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്ത മാസം തന്നെ നമ്മൾ USA പോവും, കാനഡയിൽ പോവും, അമേരിക്കയിൽ പോവും, അല്ലെങ്കിൽ UK, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ എത്തുമെന്ന് നമ്മൾ അവരങ്ങ് കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദുബായ് ബേസ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഓൺലൈനിലൂടെയൊക്കെ തന്നെയാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒന്ന് രണ്ട് പേരെയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഇത് പ്രൂഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ലക്ഷങ്ങൾ വാങ്ങും ഇവർ. കൂടുതലും കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, അതായത് ഇങ്ങനത്തെ GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇങ്ങനത്തെ GCC രാജ്യങ്ങളിലുള്ളവരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നത്. ദുബായ്, അബുദാബി ആ ബേസ് ചെയ്തിട്ട് ആരുടെ നിന്ന് ഇവർ പൈസ വാങ്ങില്ല. കാരണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കള്ളക്കളി പൊളിയും, ഇവരുടെ നിന്ന് പൈസ തിരിച്ചു ചോദിക്കും എന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ടും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഫേസ്ബുക്കിലൊക്കെയാണ് ഇവർ ആഡ് കൊടുക്കുന്നത്. അത് കണ്ടിട്ട് ഇവരുടെ മെസ്സഞ്ചറിൽ പോകും. അപ്പോൾ ഇവർ അങ്ങോട്ട് വിളിക്കും. അവർ വിളിച്ചിട്ട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കും. വളരെ ഇതിൽ, കാരണം അവർ ഭയങ്കര ട്രെയിനിങ് കൊടുത്തിരുത്തിയിരിക്കുന്ന ടീമാണ് ഇതിന്. എന്നിട്ട് സംസാരിച്ച് നിങ്ങൾ ആദ്യപടി എന്ന് പറയണം, പേപ്പർ റെഡിയാക്കണം, മറ്റെയാണ് മറിച്ചാണ്, അപ്പോൾ അതുണ്ട്, അതിൻ്റെ ഫീസ് നിങ്ങൾ കെട്ടണം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പ്രോസസ്സും അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഏകദേശം നമ്മൾ USA ആ ഒരു രീതിയിലാക്കിയിട്ട് ഇവർ നന്നായിട്ട് മൂഞ്ചിച്ചിട്ട് പോകും. ഇവർ മറ്റ് GCC രാജ്യങ്ങളിലൊക്കെയാണ് ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നത്. ആദ്യം 1 ലക്ഷം വാങ്ങും, പിന്നെ 2 ലക്ഷം വാങ്ങും, പിന്നെ 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. കുറേ ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞതാണ്, റാഫിക്ക റിക്വസ്റ്റ് ചെയ്തതാണ്. അവർ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടൊന്നും ആരും കാണുന്നില്ല. അവസാനം എന്നോട് റിക്വസ്റ്റ് ചെയ്തു, റാഫിക്ക പ്ലീസ് ഒന്ന് ചെയ്യണേ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. എനിക്കറിയാം, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പം ഒരുപാട് ആൾക്കാർ വരും, റാഫിക്ക എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഇവരൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ആരാൻ്റെ പൈസ മേടിച്ച് സ്വന്തം കുടുംബത്തിലെ കുഞ്ഞും മക്കളെയും അമ്മയെയും പെണ്ടാട്ടിയും തീറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അതായത് കെട്ടിയോളെ വിറ്റിട്ടാണെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ്. അവരൊന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ കൊള്ളാം. മനസ്സിലായില്ലേ? ഈ ഈ ഓൺലൈനിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അവരോട് ചെല്ലും, അവരോട് പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇതിനൊക്കെ വളരെ വെൽ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരാണ്. അവർ നമ്മളെ സംസാരിച്ച് വീഴ്ത്തും. മനസ്സിലായില്ലേ? അവർ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെത്തി ആ സ്ഥലത്തെന്ന് വിചാരിക്കും. പിന്നീട് അവർ ഒരു പ്രാവശ്യം ഇതിൻ്റെ പ്രോസസ്സാണ്, കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പൈസ മേടിക്കും. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കള്ളത്തരങ്ങളും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത് ദുബായ് ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ ദുബായിലുള്ളവരിൽ നിന്ന് ഇവർ ക്യാഷ് അങ്ങനെ സ്വീകരിക്കാറില്ല. ദുബായിയുടെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവർ ആദ്യം ചോദിക്കും നിങ്ങൾ എവിടെയാണ്. ദുബായ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ ഓക്കെ നോക്കാമെന്നല്ലാണ്ട് നിങ്ങൾ ഇതില്ല അതില്ല എന്ന് പറഞ്ഞു വിടും. എന്താണ്
ദുബായിലുള്ളവരുടെ നിന്ന് പൈസ മേടിച്ച് കഴിഞ്ഞാൽ കഴുത്തിന് കുത്തിന് പിടിച്ച് മേടിക്കും. ഇതിലേറ്റവും കൂടുതൽ മലയാളികളാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻസ് ആണ് കൂടുതലും ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും. ഇതിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മലയാളികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക, ചെന്ന് വീഴാൻ വേണ്ടി നിൽക്കണ്ട. ഉള്ള കാര്യം പറയാം. എന്താ പറയുക, ഉയരുണ്ടെങ്കിൽ ഊമ്പിയെങ്കിലും ജീവിക്കാം എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഉള്ള പണി ചെയ്ത് സമാധാനമായിട്ട് ഇവിടെ കിടന്നങ്ങ് പോയിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുത്തോളി. അല്ലെങ്കിൽ നല്ല ഏജൻറ്റന്മാരെ നോക്കിയിട്ട് കാശ് കൊടുക്കുക. മനസ്സിലായില്ലേ? പൈസ കൊടുക്കാതിരിക്കുക. ആദ്യം നിങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ബാക്കി ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാൻ നിൽക്കുക. അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് ചെന്ന് കുടുങ്ങാൻ വേണ്ടി നിൽക്കണ്ട. പ്ലീസ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക പ്ലീസ്. താങ്ക് യു. ഓക്കെ.